ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 32, 33, 34. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജേന ഗോവിന്ദ കിം ഭോഗൈ ജീവിതേന വാ. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തൈമേവ സ്ഥിതാം യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. ആചാര്യാ പിതരഃ പുത്രാ തഥൈവ ച പിതാമഹാ മാതുലാ ശ്വശുരഃ പൗത്രാ സ്യാലാ സംബന്ധിനസ്തദാ. ശ്രീഹരേ നമഃ. വിജയം ന കാംക്ഷേ, യുദ്ധത്തിൽ ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ. 32-ാം ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥമാണ്. കൃഷ്ണ, രാജ്യം ച സുഖാനിച്ചന, രാജ്യവും സുഖങ്ങളും ഞാൻ കൊതിക്കുന്നില്ല. രാജ്യേന കിം, രാജ്യം കൊണ്ട് എന്താണ് ഫലം? നോ, ഞങ്ങൾക്ക് ഗോവിന്ദ, അല്ലയോ ഗോവിന്ദ, ഭോഗൈ ജീവിതേ ന വാക്യം, സുഖങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്താണ് ഫലമുള്ളത് കൃഷ്ണ? അല്ലയോ കൃഷ്ണ, യുദ്ധത്തിൽ ഞാൻ ഒരിക്കലും വിജയം ആഗ്രഹിക്കുന്നില്ല. രാജ്യവും സുഖഭോഗങ്ങളും ഒന്നും ഞാൻ കൊതിക്കുന്നില്ല. രാജ്യം കൊണ്ട് എനിക്ക് എന്താണ് ഫലം? സുഖങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്താണ് കാര്യം? ഇവിടെ യുദ്ധക്കളത്തിലെ ദുര്യോധനെയും അർജുനെയും സൂക്ഷ്മ നിരീക്ഷണം ചെയ്തു നോക്കുമ്പോൾ ആർക്കൊക്കെ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ധർമ്മ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാലും വേണ്ടില്ല, തനിക്കും തൻ്റെ അനുയായികൾക്കും രാജ്യാധികാരം വേണം, സുഖിക്കണം എന്നതാണ് ദുര്യോധനന്റെ മനോഭാവം. എന്നാൽ അർജുനാകട്ടെ എന്തു ത്യാഗം സഹിച്ചാലും വേണ്ടില്ല, സ്വന്തം ജനങ്ങളെ അപകടപ്പെടുത്തി തനിക്കൊരു ലാഭവും വേണ്ട എന്ന മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഇവിടെയും ദൈവീക സമ്പത്തിൻ്റെ വളർച്ചയിൽ അർജുനൻ ദുര്യോധനെ അപേക്ഷിച്ച് ബഹുദൂരം മുമ്പിലാണെന്ന് കാണാം. സത്യമാർഗത്തിൽ ചലിക്കുന്ന അർജുനിൽ അജ്ഞതയുടെ വലിയൊരു ഭാഗം നിൽക്കുന്നു. സ്വജനകാര്യം മാത്രമല്ല, ലോകനന്മയുടെ കാര്യം കൂടെയാണ് ഈ യുദ്ധഭൂമിയിൽ തീരുമാനമാകാനുള്ളതെന്ന അംശം മറന്ന് സ്വന്തം ജനങ്ങളെന്ന മമതാമോഹത്തിൽപ്പെട്ട് അർജുനൻ വിസ്മരിച്ചു പോകുന്നു. അർജുന്റെ വിഷാദം നിറഞ്ഞ സ്വരം ഏതു പ്രകാരമാണെന്ന് അർജുനൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. 33-ാം ശ്ലോകത്തിലെ അന്വയാർത്ഥം യേഷാം അർത്ഥേ, ആർക്കൊക്കെ വേണ്ടിയാണോ, കാംക്ഷിതം ആഗ്രഹിക്കപ്പെടുന്നുവോ, ഭോഗാ സുഖിനജ, ഭോഗങ്ങളും സുഖങ്ങളും, രാജ്യം ന ഞങ്ങൾക്ക്, തേ ഇമേ ആ ഇവരെല്ലാം, യുദ്ധേ അവസ്ഥിതാഹ ഈ യുദ്ധത്തിൽ അണിനിരന്ന് നിൽക്കുന്നു, പ്രാണാൻ ധനാനി ത്യക്ത്വാ ജീവിതം ധനവുമെല്ലാം വെടിഞ്ഞ്. ലളിതാർത്ഥം നമുക്ക് ആർക്കൊക്കെയാണ് രാജ്യവും സുഖഭോഗങ്ങളും വേണ്ടതായി കരുതപ്പെടേണ്ടത്? ആ ഇവരെല്ലാം ജീവനും ധനവും എല്ലാം വെടിഞ്ഞ് യുദ്ധത്തിനായി അണിനിരന്നിരിക്കുകയാണ്. അർജുനൻ തുടരുകയാണ്, ഹേ ഗോവിന്ദ, എൻ്റെ പിതാമഹന്മാർ, ഗുരുക്കന്മാർ, അമ്മാവന്മാർ, പുത്രന്മാർ, ശ്വശുരർ, ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവർ എന്നെ കൊന്നാലായിക്കോട്ടെ, ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടാണോ കേവലം ഈ ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത്? അല്ലയോ കൃഷ്ണ, ഞങ്ങളുടെ സഹോദരന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു സുഖം കിട്ടാനാണ്? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഭഗവാനെ എന്ന് അർജുനൻ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ്. ശ്ലോകം 34. ആചാര്യ പിതര പുത്ര, ഗുരുക്കന്മാർ, പിതാക്കന്മാർ, പുത്രന്മാർ, തഥാ ഏവച അതുപോലെ തന്നെ, പിതാമഹ മാതുലാ ശ്വശുരാഹ, പുത്ര സ്യാല മുത്തച്ഛന്മാർ, അമ്മാവന്മാർ, ഭാര്യാപിതാക്കന്മാർ, പുത്രന്മാരുടെ പുത്രന്മാർ, ഭാര്യ സഹോദരന്മാർ, തഥാ സംബന്ധിത അതുപോലെ മറ്റു പല വിധം ബന്ധമുള്ള ആൾക്കാരെല്ലാവരും
ഗുരുക്കന്മാർ, പിതാക്കന്മാർ, പുത്രന്മാർ, അതുപോലെ തന്നെ മുത്തച്ഛന്മാർ, അമ്മാവന്മാർ, ഭാര്യ, പിതാക്കന്മാർ, പുത്രന്മാരുടെ പുത്രന്മാർ, ഭാര്യ, സഹോദരന്മാർ, അതുപോലെ തന്നെ മറ്റു പലവിധ ബന്ധമുള്ളവരൊക്കെ ഇവിടെ അണിനിരന്നു. ഇവിടെ അഭികാമ്യമല്ലെന്ന് ചിന്തിക്കുന്നു. തുടർന്ന് അർജുനൻ തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. ഭഗവാനെ, എന്നെക്കൊണ്ട് യുദ്ധം ചെയ്യാനാവില്ല കൃഷ്ണ. എനിക്ക് ഈ രാജ്യഭോഗങ്ങളോ ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല. ലൗകിക വിഷയങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവില്ലാതെയായി പോകുന്നു കൃഷ്ണ. ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ കൊന്നിട്ട് ഈ രാജ്യവും ഈ ധനസമ്പത്തും എല്ലാം നേടുന്നത്? എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എൻ്റെ വിഷമം എന്ന് പറഞ്ഞ ഭഗവാനോട് അർജുനൻ വിഷാദമഗ്നനായി തൻ്റെ അമ്പും വില്ലും എല്ലാം താഴെ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി.